സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നമ്മുടെ ഇമോസമ്മയുടെ പവേഴ്സും അതുപോലെ തന്നെ ഇമോസമ്മയൊക്കെ റിവീൽ ചെയ്തിട്ട് കുറച്ചായി. പക്ഷേങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇമോസമ്മയുടെ പവേഴ്സ് റിവീൽ ആയതിനു ശേഷം ഇമോസമ്മനെക്കുറിച്ച് ഒരുപാട് തിയറീസ് പുറത്ത് വന്നിട്ടുണ്ട്. ഈ തിയറീസിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു പുതിയ ചാലഞ്ച് ആരംഭിക്കുകയാണ്. നമ്മുടെ ചാനലിന് വെറും 10 ദിവസത്തിനുള്ളിൽ 10K അടിക്കാൻ പറ്റിയാൽ നമ്മൾ പുതിയൊരു ഫോൺ എടുക്കുന്നതായിരിക്കും. 10K അടിച്ച് പിറ്റേന്ന് തന്നെ എടുക്കുന്നല്ല, എന്തായാലും ഒരു മാസത്തിനുള്ളിൽ നമ്മൾ പുതിയ ഫോൺ എടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ 10K ആക്കിയാൽ നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങും. എന്നാലും മാത്രമേ അതിനുള്ള പൈസ നമ്മുടെ കയ്യിൽ സെറ്റാക്കുകയുള്ളൂ. സോ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതുവരെ അറിയാവുന്നത് വെച്ച് നമ്മുടെ ഇമോസമ്മയുടെ പവേഴ്സ് ഒന്ന് ഡോമി റിവേഴ്സ് ചെയ്യും. ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ചാപ്റ്ററിൽ നമ്മുടെ ഇമോസമ്മ ഒമൻ എന്ന് പറഞ്ഞൊരു പവർ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ട്, ഇത് രണ്ടും വളരെ ബ്രോക്കൺ ആയിട്ടുള്ളൊരു എബിലിറ്റി ആയിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒമൻ എന്ന് പറയുന്ന പവർ വെച്ച് ഇമോസമ്മയ്ക്ക് ഒരാളെ അറ്റാക്ക് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഹീൽ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ബ്രോക്കൺ ആയിട്ടുള്ള ഒരു എബിലിറ്റി തന്നെയാണ്. പിന്നെ ഡോമി റിവേഴ്സിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഇമോസമ്മയുടെ ഡെവിൽ ഫ്രൂട്ട്, ഈ ഡെവിൽ ഫ്രൂട്ട് അറിയപ്പെടുന്നത് അക്കുമ നോമി എന്നാണ്. അക്കുമ നോമി എന്ന് വെച്ചാൽ ഡെവിൽസ് ഫ്രൂട്ട്. ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ഇമോസമ്മയുടെ പവേഴ്സ് ഡെവിൽസിൻ്റെ പവറാണ്. ഒരു പക്ഷേ നമ്മുടെ ഇമോസമ്മയുടെ ഓരോ ഐസും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ ഡെവിൽസിനെ ആവാനും ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ഈ ഒരു ഡെവിൽ ഫ്രൂട്ട് എബിലിറ്റി മറ്റുള്ള ഡെവിൽ ഫ്രൂട്ട്സിൻ്റെ പവർ നമ്മുടെ ഇമോസമ്മയ്ക്ക് കോപ്പി അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഇമോസമ്മ എൽബാഫിൽ അപ്പിയർ ആവുന്ന സമയത്ത് നമ്മുടെ ബിഗ് മാമിൻ്റെ എബിലിറ്റിക്ക് സിമിലർ ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ കണ്ടിട്ടുള്ളൂ. അവിടെയുള്ള എല്ലാ സംഭവത്തിനും ജീവൻ വരുന്നതായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ഇമോസമ്മയ്ക്ക് ഇതും പറ്റുമായിരിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, എല്ലാ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവേഴ്സൊന്നും നമ്മുടെ ഇമോസമ്മയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒ പി നോമിയുടെ ഒന്നും ആവശ്യം നമ്മുടെ ഇമോസമ്മയ്ക്ക് വരില്ലായിരുന്നു. ചില കാറ്റഗറിയിലുള്ള ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവേഴ്സ് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇമോസമ്മയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അത് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ അറിയാൻ പറ്റിയേക്കും. പിന്നെ നമ്മുടെ കവനൻറ്റിൻ്റെ പവേഴ്സ് നമുക്കറിയാം, ഇമോസമ്മയ്ക്ക് ഓരോരുത്തർക്കും ഓരോ കോൺട്രാക്റ്റ് കൊടുത്ത് അവർക്ക് പവർ ഗ്രാൻഡ് ചെയ്യാനും ആ പവർ തനിക്ക് തോന്നുമ്പോൾ തിരിച്ചെടുക്കാനും പറ്റും. ഇതും വളരെ ബ്രോക്കൺ ആയിട്ടുള്ളൊരു എബിലിറ്റി തന്നെയാണ്. പിന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററിൽ നമുക്കറിയാം, നമ്മുടെ ഡോമി റിവേഴ്സ് നമ്മുടെ ലോക്കീൻ്റെയും അതുപോലെ തന്നെ ലൂഫിൻ്റെ എതിരെ യൂസ് ചെയ്തപ്പോൾ അത് വർക്കായിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ലോക്കിയുടെയും ഡെവിൽ ഫ്രൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ലൂഫിയുടെ ഡെവിൽ ഫ്രൂട്ടിനും സ്ട്രോങ് ആയിട്ടുള്ള വില്ലുണ്ട്. ഈ സ്ട്രോങ് ആയിട്ടുള്ള വില്ലുള്ള ഡെവിൽ ഫ്രൂട്ട്സ് യൂസേഴ്സിനെതിരെ നമ്മുടെ ഇമോസമ്മ തൻ്റെ ഡോമി റിവേഴ്സ് എബിലിറ്റി യൂസ് ചെയ്താൽ അത് വർക്ക് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ ഇമോസമ്മ ഡോമി റിവേഴ്സ് യൂസ് ചെയ്തത് ഇതിനു മുമ്പ് നോൺ ഡെവിൽ ഫ്രൂട്ട് യൂസേഴ്സിന് മേളിൽ തന്നെയാണ് അധികവും. എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഡെവിൽ ഫ്രൂട്ട് യൂസേഴ്സിനെ നമ്മുടെ ഇമോസമ്മ തൻ്റെ കൺട്രോളിലാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഇത് ഡെവിൽ ഫ്രൂട്ട് യൂസേഴ്സിനെതിരെ വർക്കാവില്ലായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സ്വന്തം വില്ലുള്ള ഡെവിൽ ഫ്രൂട്ട് മാത്രമായിരിക്കും ഇതൊന്ന് രക്ഷപ്പെടാൻ പറ്റുക. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ക്യാരക്ടറിന് എത്ര വിൽ പവർ ഉണ്ടായിട്ടും കാര്യമില്ല എന്നുള്ള കാര്യം നമ്മൾ റോക്സിൻ്റെയും അതുപോലെ തന്നെ ഹെറൽഡിൻ്റെയും കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇമോസമ്മയെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൽ കാണാൻ പറ്റുന്ന നമുക്ക് പുതുതായിട്ടുള്ള തിയറീസ്. ഈ തിയറീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.